ഒന്നാമത്തെയാൾ ബാബുരാജാണ്. രണ്ടാമത്തെ പേര് താങ്കൾ പറഞ്ഞത് സംവിധായകൻ, പരസ്യചിത്രങ്ങളും എല്ലാം എടുക്കുന്ന സംവിധായകൻ ശ്രീകുമാർ മേനോനാണ്. അതെ. ഈ ശ്രീകുമാർ മേനോൻ താങ്കളെ അവസരം നൽകാമെന്ന് പറഞ്ഞാണോ പീഡനത്തിനിരയാക്കിയത്? തീർച്ചയായും. പരസ്യത്തിൽ അഭിനയിക്കാം, കല്യാൺ സിൽക്സിന്റെ പരസ്യമുണ്ട്, അതുപോലെ അതിലേക്ക് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞാണ് എന്നെ വിളിച്ചത്. അദ്ദേഹത്തിന് മീറ്റിംഗ് എറണാകുളത്ത് ക്രൗൺ പ്ലാസയിൽ വെച്ചിട്ടുണ്ട്. അന്ന് വരുവാണെങ്കിൽ നേരിട്ട് കാര്യങ്ങൾ സംസാരിച്ച് നമുക്കത് തീരുമാനത്തിലാക്കാം എന്നാണ് പറഞ്ഞത്. അതിനു മുൻപ് നിങ്ങൾ ഏതെങ്കിലും ചിത്രങ്ങളിൽ അഭിനയിച്ചത് കണ്ടിട്ടാണോ? എങ്ങനെയാണ് ശ്രീകുമാർ മേനോനിലേക്ക് എത്തിയത്? ഞാൻ അഭിനയിച്ച ചിത്രങ്ങൾ കണ്ടിട്ടാൽ ഞാനാണ് അദ്ദേഹത്തെ കണക്ട് ചെയ്തത്. അപ്പൊ പരസ്യ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കൺട്രോളേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇദ്ദേഹം പരസ്യം ചെയ്യുന്ന ആളാണ് എന്ന് പറഞ്ഞാണ് എനിക്ക് ആ നമ്പർ കിട്ടിയത്. അപ്പൊ അദ്ദേഹത്തെ കണക്ട് ചെയ്യുകയും പരിചയപ്പെടുകയും അതിനുശേഷം അദ്ദേഹത്തെ കാണുകയുമാണ് ചെയ്തത്. എത്ര സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് താങ്കൾ? ഞാനൊരു 2-3 സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒരു സീരിയലിലും ചെറിയ വേഷം ചെയ്തിരുന്നു. പിന്നീട് അതെല്ലാം ഒഴിവാകുകയാണ് ചെയ്തത്. ജൂനിയർ ആർട്ടിസ്റ്റ് പിന്നീട് സിനിമ മേഖല എനിക്ക് വേണ്ട എന്ന് ഞാൻ തീരുമാനിച്ച് പിന്മാറിയ ആളാണ്. അവസാനമായി അഭിനയിച്ചത് ഏത് വർഷമാണ്? 2020-21 കാലയളവിലാണെന്നാണ് തോന്നുന്നത്. അതിനുശേഷം സിനിമ പൂർണ്ണമായും വേണ്ട എന്ന് വെച്ചു? പൂർണ്ണമായും വേണ്ട എന്ന് തന്നെ വെച്ചു. കാരണം നമ്മൾ വിളിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെ സിനിമയ്ക്ക് വേണ്ടി വിളിക്കുമ്പോൾ ആദ്യം അഡ്ജസ്റ്റ്മെന്റ് ആണ് ഇവർ ചോദിക്കുന്നത്. അപ്പോ പല പ്രാവശ്യം ഇങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ അത് ഒഴിവാക്കി. പിന്നീട് അത് തന്നെയല്ല, ഓഡിഷനൊക്കെ പോയ സമയത്താണെങ്കിലും മോശമായ അനുഭവങ്ങളാണ് ഉണ്ടായത്. പിന്നീട് ഇത് ശരിയാവില്ല എന്ന് എനിക്ക് തന്നെ തോന്നി. ഇതിപ്പോൾ രണ്ടാമത്തെ അനുഭവമാണ്. ഈ ശ്രീകുമാർ മേനോന്റെ ഇൻസിഡന്റ് ആണോ അതോ ബാബുരാജിന്റെ ഇൻസിഡന്റ് ആണോ ആദ്യം ഉണ്ടായത്? ബാബുരാജിന്റെ ആണ്. ഈ ശ്രീകുമാർ മേനോന്റെ സംഭവം നടക്കുന്നത് ഏത് വർഷമാണ്? 2020-ലാണ്. അന്ന് ഇതേക്കുറിച്ച് മറ്റാരോടെങ്കിലും പറയാൻ, അതായത് രണ്ടാമത്തെ ഇൻസിഡന്റ് ആണല്ലോ, പരാതി കൊടുക്കാൻ മുന്നോട്ട് പോകാമായിരുന്നില്ലേ? അതോ പേടിയായിരുന്നു അന്ന്? പരാതി കൊടുത്ത് FIR ഒക്കെ ആകുമ്പോൾ ഇവർക്ക് ഫെയിമിലുള്ള ആളുകളായതുകൊണ്ട് എന്റെ നിലനിൽപ്പിനെ അത് ബാധിക്കും എന്നുള്ള ഒരു പേടി കൊണ്ടാണ് ഞാൻ ഇതൊന്നും തുറന്നു പറയാഞ്ഞത്. ഇപ്പോൾ എനിക്ക് നല്ല സപ്പോർട്ടിന് ഒരാൾ വന്നപ്പോഴാണ് എനിക്കിതൊക്കെ ഓപ്പണായിട്ട് പറയാൻ പറ്റുന്നത്. പിന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അത് അനിവാര്യമായ ഒരു ഘടകമാണ് ഇതൊക്കെ ഓപ്പണായിട്ട് പറയാൻ പറ്റിയൊരു സാഹചര്യം. നിങ്ങൾ കാണിക്കുന്ന ധൈര്യത്തെ നമ്മൾ അംഗീകരിക്കുന്നു. ഞാനിത് എടുത്തു ചോദിക്കാൻ കാര്യം, ഇപ്പോൾ ഒരു പ്രത്യേക സംഘം രൂപീകരിച്ചിട്ടുണ്ട്. അതിന് മുന്നിലേക്ക് 2 പ്രധാനപ്പെട്ട പേരുകളാണ് നിങ്ങൾ പറയാൻ പോകുന്നത്. ഒന്ന് ബാബുരാജ്, അയാളിപ്പോൾ ജനറൽ സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന ജോയിന്റ് സെക്രട്ടറിയാണ്. മറ്റേയാൾ ശ്രീകുമാർ മേനോൻ, പരസ്യചിത്രങ്ങളിലൂടെയും എല്ലാം വളരെയേറെ പ്രശസ്തിയിൽ നിൽക്കുന്ന വ്യക്തിയാണ്. ഈ 2 പേരും ഈ 2 സ്ഥലങ്ങളും സംഭവങ്ങളും അതോടൊപ്പം തന്നെ അവിടുത്തെ ദിവസങ്ങളും അടക്കം എല്ലാ കാര്യങ്ങളും ഈ സംഘത്തിന് മുന്നിലും വെളിപ്പെടുത്തേണ്ടി വരും. അതിനെല്ലാം തയ്യാറായി തന്നെയല്ലേ ഇപ്പോൾ റിപ്പോർട്ടറിലൂടെ ഈ വെളിപ്പെടുത്തൽ നടത്തുന്നത്? തീർച്ചയായും ഞാൻ തയ്യാറാണ്. എനിക്ക് ഒന്നേ ഉള്ളൂ, ഞാൻ അനുഭവിച്ച പ്രശ്നങ്ങളൊക്കെ ഞാൻ അനുഭവിച്ചു, ഇത്രയും ആയി. ഇനിയും ഒരു കുട്ടി പോലും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ അനുഭവിച്ച് വിഷമിച്ച് സങ്കടപ്പെട്ട് ലൈഫ് എല്ലാം തകർന്നു എന്നുള്ള നിലയ്ക്ക് ഇരിക്കാൻ പാടില്ല. ഇവരുടെ ഭാഗത്ത് നിന്നോ സിനിമയുടെ ഭാഗത്ത് നിന്നോ ഒരു മേഖലകളിൽ നിന്നും പെൺകുട്ടികൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവരുത്. അവരെ നല്ല ബഹുമാനത്തോടെയും നല്ല റെസ്പെക്റ്റോടെ കെയർ ചെയ്യുകയും ചെയ്യുന്ന ഒരു സമൂഹം നമുക്ക് ഉണ്ടാവേണ്ടത് വളരെ വളരെ അനിവാര്യമാണ്. അത്